ഞാൻ എന്താ ഈ മാതാവിന്റെ പുറകെ നടക്കാൻ അറിയാമോ? ഇവരെ പോലെ ക്രിസ്തുവിനെ ജീവിക്കാൻ വേറെ ഒരു മനുഷ്യനില്ല. മാതാവിനെ തൊടണ സൂക്ഷിച്ച് തൊട്ടില്ലെങ്കിലല്ല, ഇവരെ പോലെ ക്രിസ്തുവിനെ ജീവിക്കാൻ നിങ്ങൾ ആവശ്യമില്ലാതെ മാതാവിനെ ഡിസ്കസ് ചെയ്ത് കേട്ടോ. എനിക്കത് വളരെ കൃത്യമായിട്ട് പറയാനുള്ളതാണ്. കാര്യം ലോകത്ത് ഇവരെ പോലെ ക്രിസ്തുവിനെ ജീവിക്കാൻ വേറെ ആരും. ക്രിസ്തുവാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇതിനേക്കാൾ സോഫ്റ്റ്വെയർ കിട്ടാൻ സിമ്പിളാണ്, അതേസമയം തന്നെ മീനിങ് ആണ്, അതിനെ പ്രാക്ടിക്കലാണ്. പുരുഷന്റെ ചുവട് വരെ ഈ സംഭവം തലകറങ്ങി വീഴാതെ പോകും. അറ്റ കൈക്ക് ഇതാ കർത്താവിന്റെ ദാസി, നീ എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിയെന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ വീട്ടിൽ പോകും. ഇത്തിരി വല്ലാത്ത സംഭവമാണ്. പിശാചത്തെ അവയെ തളർത്താൻ ആദ്യം ചെയ്യേണ്ട മാതാവിനെ തുടയുള്ളൂ. എന്താ കാര്യം? ആദ്യത്തെ ക്രിസ്ത്യാനിയാണ് അവർ, ഒരാദ്യത്തെ ഡിസൈപ്പിൾ. അവരാണ് ലോകത്തിന് ക്രിസ്ത്യ ജീവിതം എന്താണെന്ന് കാണിച്ചു കൊടുത്തത്. മരിയൻ എന്ന് പറയുന്നത് ഈ ലോകത്തിന് ക്രിസ്തുവിനെ കൊടുത്ത ആളാണ്. ക്രിസ്തുവിനെ കൊടുത്ത ആളാണ്. ക്രിസ്തുവിനെ കൊടുക്കുക മാത്രമേ, രക്ഷയുടെ വഴികളിൽ കൂടെ നടന്ന ആളാണ്. രക്ഷയുടെ വഴികളിൽ കൂടെ നടന്ന ആളാണ്. നമ്മൾ സകരക്ഷകെന്നും പറയണതിന്റെ ആവശ്യമൊന്നുമില്ല. കാര്യത്തിൽ അതല്ലല്ലോ. രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് കർത്താവ് മാത്രമാണ്. ദൈവം അവന്റെ പേരിലാണ് പ്രസാദിച്ചത്, അവന്റെ നാമത്തിലാണ് കൃപ. അപ്പൊ സർവകൃപാവരങ്ങൾ രക്ഷകൻ ക്രിസ്തു ഈശോ തന്നെയാണ്. പക്ഷേ അതിന്റെ പേരിൽ മാതാവിനെ തൊഴാന, മാതാവിനെ നേരിൽ നിർത്താൻ ആരും നോക്കരുത്. നോക്കിയാൽ യു വിൽ മിസ് ജീസസ്. നമുക്ക് ജീസസിനെ മിസ് ചെയ്യിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇരുട്ടിന്റെ ശക്തി എന്ന് ലോകത്ത് പ്രവർത്തിക്കുന്നതെന്ന് ഓർക്കണം നിങ്ങൾ. അമ്മ എന്നൊരു ഒരാള് ഈ വഴികളിലെല്ലാം നടന്ന് ദൈവഗതം നിറവേറ്റി, ഇതാ കർത്താവിന്റെ ദാസ്യം നിന്റെ വചനം പോലും നിറവേറട്ടെ എന്ന് അവസാനം യേശുവിന്റെ തണുത്ത ശരീരം സ്വന്തം മടിയിൽ ഏറ്റുവാങ്ങിക്കുന്ന വരെ അമ്മ അപ്പാടെ വചനം ഒരു സെർവന്റിനെ പോലെ സമർപ്പിച്ച ആളാണ്. അവരാണ് സ്വർഗാരൂപിതരായി. ക്രിസ്തുവിന്റെ ആദ്യ മധ്യസ്ഥം. അമ്മ ഒരു സ്ഥലത്ത് കൊണ്ട് ഒപ്പിട്ടാൽ പിന്നെ ക്രിസ്തു ഈശോ ആ ഒപ്പിന്റെ പുറത്ത് ഓവർറൈറ്റ് ചെയ്യത്തില്ല. അതാണ് കാനാ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. അതാണ് കൃപാസനത്തിന്റെ ലക്ഷോപലക്ഷം അനുദിന അനുഗ്രഹങ്ങൾ കാണുമ്പോൾ വിശ്വാസം ഒരിക്കലും തോന്നാത്തതും കിട്ടാത്തവനൊക്കെ എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ തേടി ഇന്ന് കൃപാസനത്തിൽ വരണത്? അമ്മ എന്ന 2 അക്ഷരങ്ങളാണ്.